വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 8-ാം വാക്യം, ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ. സ്ലീഹാ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്ലീഹന്മാരെ ദൗത്യത്തിനായി അയക്കുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, വിവിധ ഉപദേശങ്ങൾക്കിടയിൽ ഒരു മർമ്മപ്രധാനമായ ഉപദേശം സ്നേഹമുള്ളവരെ ശിഷ്യന്മാർക്ക് നൽകിയത് ഇതാണ്: ദാനമായിട്ടാണ് നിങ്ങൾക്ക് ഇവയെല്ലാം ലഭിച്ചത്. വില കൊടുത്ത് വാങ്ങിയവയല്ല, നിങ്ങളൊന്നും തന്നെ ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടില്ല. ഇത് പ്യുവർലി സ്വർഗത്തിൻ്റെ ഗിഫ്റ്റാണ്, സ്വർഗത്തിൻ്റെ ദാനമാണ്. ക്രിസ്തു ശിഷ്യൻ്റെ മനസ്സിൽ പതിയേണ്ട മർമ്മമാണിത്. സ്നേഹമുള്ളവരെ, സ്വർഗത്തിൻ്റെ സ്നേഹം നിൻ്റെ മേൽ വീണിരിക്കുന്നത് നിൻ്റെ അവകാശമല്ല, മറിച്ച് സ്വർഗത്തിൻ്റെ ഔദാര്യമാണ് എന്ന്. ഇറ്റ്സ് എ ഗിഫ്റ്റ്. ദൈവത്തിൻ്റെ സ്നേഹം ഗിഫ്റ്റായിട്ട് ഓരോ നിമിഷവും നിന്റെ ജീവിതത്തിലേക്ക് നൽകുന്നുണ്ട്. അയക്കപ്പെട്ട സ്ലീഹായും ശിഷ്യത്വം സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും, ക്രൈസ്തവർ, നമ്മളെല്ലാവരും ഈ ഒരു ദൗത്യം സ്ലീഹാ നോമ്പിൻ്റെ 1-ാം ദിവസം മനസ്സിൽ പതിപ്പിച്ചെടുക്കണം. ഈ ക്രിസ്തു സ്നേഹം എനിക്ക് നൽകിയത് അത് സ്വർഗത്തിൻ്റെ ഔദാര്യമാണ്. ഇറ്റ്സ് ഗിഫ്റ്റ്. എൻ്റെ അവകാശമല്ലത്. സ്വർഗം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, നിന്നെ സ്വർഗത്തിന് ഇഷ്ടമായതുകൊണ്ട് സ്വർഗം നൽകിയ ദാനമായി നിനക്ക് കിട്ടി. എങ്കിൽ നിനക്കൊരു ദൗത്യമുണ്ട്. അതിൻ്റെ മറുദൗത്യം ഇതാണ്: ദാനമായി തന്നെ നീ അത് കൊടുക്കണം. സ്നേഹം വിലയില്ലാതെ നിനക്ക് ലഭിച്ചു എന്നതുകൊണ്ട് വിലയിട്ട് കൊടുക്കേണ്ടതല്ലത്. നിനക്കിഷ്ടമുള്ള ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നൽകാനുള്ളതല്ല. അത് നിൻ്റെ ഔദാര്യത്തിൽ നിന്നും സ്വർഗം നിനക്ക് നൽകിയതാണെങ്കിൽ സ്വർഗം നൽകിയവ പകുത്ത് നൽകാനുള്ള ദൗത്യം നമ്മൾ മറന്നു പോകരുത്. ഇത് സ്വർഗം നമ്മളിലേക്ക് എത്തിച്ചേരുന്ന വഴികളെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് നൽകിയവ പങ്കുവെക്കണം. ദാനമായി തന്നെ നിനക്ക് കിട്ടി, അതുകൊണ്ട് ദാനമായി തന്നെ കൊടുക്കണം. എന്തൊക്കെ സ്നേഹമാണ്, എന്തൊക്കെ വഴികളാണ്, എന്തൊക്കെ സാധ്യതകളാണ് സ്വർഗം നിനക്കായി തുറന്നു വെച്ചിരിക്കുന്നത്. ഇത് പങ്കുവെക്കാനുള്ളതാ. സ്ലീഹാ നോമ്പിൻ്റെ 1-ാം ദിനം സ്വർഗം ഓർമ്മിപ്പിക്കുക. കിട്ടിയ സ്നേഹം പങ്കുവെക്കുക. സ്വർഗം നിന്നെ അനുഗ്രഹിക്കും. ആമേൻ.